ജ്യോതി, ഇന്ന് എന്താ സംഭവിച്ചെന്നറിയോ നിനക്ക്? എന്താ നിത്യേച്ചി? എത്ര പേരെ ഇന്ന് ഡ്രസ്സ് കണ്ടിട്ട് എന്നെ പ്രശംസിച്ചത്? പുതിയ ഡ്രസ്സാണെന്നൊക്കെ ചോദിച്ചു. കാണാൻ പുതിയതുപോലെ തന്നെയുണ്ടല്ലോ. ഞാനും ചോദിക്കാൻ വരുമായിരുന്നു. പിന്നെ പുതിയത് ഒന്ന് പോയേ. ഞാനിത് എത്ര തവണ ഇട്ടിട്ടുള്ളതാ. പക്ഷെ ഈ അടുത്തിടെ ഞാൻ വീട്ടിലേക്ക് വാങ്ങിയ ഒരു പുതിയ ഡിറ്റർജന്റ് ലിക്വിഡ് ഉണ്ട്. അമ്മ ഇപ്പൊ അത് ഉപയോഗിച്ചു തുടങ്ങി. അതിന്റെ കാണുന്നത്. അത് ഏത് ഡിറ്റർജന്റാ ചേച്ചി? സൺലൈറ്റ് മാറ്റിക് ലിക്വിഡ് ഡിറ്റർജന്റ്. 100 നിറങ്ങളുടെ തിളക്കം നിലനിർത്തുന്ന ആന്റി ഫേഡിംഗ് ഫോർമുല ഉള്ളത്. ആഹാ, അത് കൊള്ളാലോ. അതൊക്കെ സത്യാണോ അവകാശവാദങ്ങളാണോന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷെ ഉപയോഗിച്ചു തുടങ്ങിയപ്പോ മനസ്സിലായി ഞാൻ ശരിയായ തീരുമാനമാണ് എടുത്തതെന്ന്. അടിപൊളി. അപ്പൊ ഇനി ഡ്രസ്സെല്ലാം വാഷിംഗ് മെഷീനിൽ കഴുകിയതിനു ശേഷവും പുതിയതുപോലെ തിളങ്ങും. ഞങ്ങളുടെ നിഗമനമനുസരിച്ച് ഇത് ചെയ്ത അയാൾ ഹോസ്പിറ്റലിൽ വിട്ട് പുറത്തു പോയിട്ടില്ല. സോ ഈ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഉള്ള ആരോ ഒരാളാണെന്ന് തോന്നുന്നു. അത് നിങ്ങൾക്കെങ്ങനെ ഊഹിക്കാൻ പറ്റും? ഇത്രയും സെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത് ഒരു ആക്രമണം കാണിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോകാനുള്ള വഴി അയാൾക്കറിയില്ലേ? സോറി സാർ, ഞാനൊരു അന്വേഷണ ഉദ്യോഗസ്ഥനല്ല. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്കറിയില്ല. എന്നാലും അത് യാരത് இந்த இடத்துக்கு வந்து இதெல்லாம் ചെയ്യണമെങ്കിൽ തീവ്രവാദിയായിരിക്കുമോ സാർ? അക്രമങ്ങൾ പെരുകി വരില്ലേ? ഇക്കാലത്ത് അക്രമികളെ കണ്ട തിരിച്ചറിയാനുള്ള മാർഗവുമില്ല. இங்கே இருக்கா സാർ? എന്നാ സാർ? എന്താടാ? ഓ, ഇനി അന്വേഷണം, അതിന്റെ തെളിവെടുക്കലും പിന്നെ അതിന്റെ പിന്നാലുള്ള പോക്കും. தெரிய வேண்டாமா சார்? பட்டா பகல் நடந்த பெரிய கொடுமை உண்மை தெரிஞ்சுதான் ஆகணும். வாங்க சார். இல்லை நீங்க வாங்க. ഡോക്ടർ ദേവദാസിന്റെ അവസ്ഥ എന്താ? അറ്റൻഡർമാർ കാണുമ്പോൾ അദ്ദേഹം അബോധാവസ്ഥയിലായിരുന്നു. ഹീസ് ഇൻ ഒബ്സർവേഷൻ റൂം. ഓക്കെ ഓക്കെ. ഇവിടെ നിന്ന് ആരും പുറത്തു പോയിട്ടില്ല സാർ. സംഭവം നടന്ന ശേഷം ആരും പുറത്തു പോയിട്ടില്ല. ഹോസ്പിറ്റലിന്റെ എല്ലാ ഭാഗത്തും CCTV ഉണ്ടല്ലോ? ഉണ്ട് സാർ. ഓപ്പറേഷൻ തിയേറ്ററിലോ? ഉണ്ട്. ദെൻ ഡു വൺ തിങ്. CCTVയുടെ മോണിറ്ററും മറ്റും ഈ ഹാളിലേക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ചെയ്യാം സാർ. അതുപോലെ തന്നെ ബൈസ്റ്റാൻഡേഴ്സ് അടക്കം എല്ലാവരും ഈ ഹാളിലേക്ക് എത്തുകയും വേണം. ശരി സാർ. ആർക്കും എക്സ്പ്രഷൻ കൊടുക്കരുത്. ആ, മനസ്സിലായല്ലോ? ഓക്കെ സാർ, ചെയ്യാം. അക്രമി ആരായാലും ഓപ്പറേഷൻ തിയേറ്ററിലെ CCTVയിൽ അയാൾ പതിഞ്ഞിരിക്കും. ഓക്കെ സാർ. സോ നമുക്ക് നോക്കാം. ഓക്കെ. ആക്രമിക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ഡോക്ടർ ദേവദാസിന്റെ കോണ്ടാക്ട് ആരോടായിരുന്നു? ഡോക്ടർ ദേവദാസ് ഒരു പേഷ്യന്റിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം എഴുന്നേറ്റ് പോയത്. ദാ ആ നിൽക്കുന്നവരാണ്. ഓക്കെ, നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും. ഹോസ്പിറ്റലിലെ എല്ലാ തെളിവുകളും പരിശോധിക്കണം. ഏത് നിലയിൽ നിന്നും താഴോട്ട് ഇറങ്ങിപ്പോകാനുള്ള പടികൾ, പൈപ്പുകൾ എല്ലായിടത്തും സൂക്ഷ്മമായ പരിശോധന വേണം. ചെല്ലും. ഓക്കെ സാർ. വാ. അത് ശരിയാവില്ലല്ലോ. പോലീസ് വരുന്നുണ്ട്. നിങ്ങളാണോ ഡോക്ടർ ദേവദാസിന്റെ ക്യാബിനിൽ അവസാനം ഉണ്ടായിരുന്നത്? അതെ സർ. കൺസൾട്ടേഷൻ കഴിഞ്ഞാണോ അദ്ദേഹം പോയത്? അല്ല, ഇടയ്ക്ക് വെച്ച് ഞങ്ങളോടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സാറ് പോവുകയും ചെയ്തു. ഇറങ്ങിപ്പോകാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ? അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വന്നു.
ഫോൺ കോൾ വന്നപ്പോൾ ആൾക്ക് എന്തെങ്കിലും ഭാവവ്യത്യാസം ഉണ്ടായിരുന്നു? എന്തെങ്കിലും ടെൻഷനോ പരിഭ്രമോ അങ്ങനെ എന്തെങ്കിലും? സർ ഇത് എന്തൊക്കെയാ? ഇവരിതൊക്കെ എങ്ങനെ അറിയാനാ? സർ, ഐ എം രഘു. ഞാനൊരു മിലിറ്ററി ഓഫീസറാണ്. ഓക്കെ മിസ്റ്റർ രഘു. അതായത് നടന്നിരിക്കുന്നത് ഒരു ക്രൂരമായ സംഭവമാണ്. അതും പട്ടാപ്പകല് നിറയെ CCTV ഉള്ള ഒരു ഹോസ്പിറ്റലിൽ. ഇത്രയും ജനത്തിരക്കിനിടയിലെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നവൻ നിസ്സാരക്കാരനായിരിക്കില്ലല്ലോ. സോ പോസിബിളായ എല്ലാ വഴിയും എനിക്ക് അന്വേഷിക്കേണ്ടി വരും. ചോദ്യങ്ങൾ ചോദിക്കേണ്ടിയും വരും. അതെ, ഒന്ന് ആ. പുറത്തേക്ക് വരൂ. എന്താ ഒരു കാര്യം? അത്യാവശ്യ കാര്യം, ഒന്ന് വരൂ. ഞാനിപ്പോ വരാം. ആ എന്തായാലും വല്ലാത്ത സംഭവം തന്നെ. ഡോക്ടർക്ക് ജീവൻ ആപത്തൊന്നുമില്ല. കയ്യിലാ കുത്തി പരിക്കേൽപ്പിച്ചത്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നല്ലവർക്കല്ലോടെ ഇക്കാലത്ത് ഒരു രക്ഷയില്ലാത്തത്. റെഡി സർ. എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ എല്ലാവരെയും മോണിറ്ററിന് മുന്നിലേക്ക് നിൽക്കണം. ഇതിൽ കാണിക്കുന്ന CCTV വിഷ്വലുകൾ സംശയകരമായ സാഹചര്യത്തിൽ മൂവ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അയാളെ നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടെങ്കിൽ, പരിചയം ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ പറയണം. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ സർ. സാർ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കാർഡിയോളജി OTയിൽ ഡോക്ടർക്ക് കുത്തേറ്റ വിഷ്വൽസ് ഇല്ലേ? ആ, അതൊന്ന് കാണിച്ചേ. അതൊന്ന് പ്ലേ ചെയ്യ്. ശരി സർ. അവനെ യഥാവധി ഞാൻ കൈ കടച്ച ഒറ്റയടിക്ക് കൊല്ലും സാർ. വാട്ട് ഹാപ്പൻ? സ്റ്റക്കാണ് സർ. അതെന്താണെന്ന് നോക്കണോ. വെറുതെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല.
ഒന്ന് പെട്ടെന്നാവട്ടെ. ഇതുവരെ കണ്ട വിശലുകൾ നിങ്ങൾക്കറിയുന്ന സംശയിക്കാവുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിരുന്നു? എല്ലാം ഓക്കെ ആയി സാർ. എന്നാ പ്ലേ. I'm so sorry. ഓപ്പറേഷൻ തിയേറ്ററിലെ വസ്ത്രങ്ങൾ ധരിച്ച് അവിടെയുള്ള ആയുധങ്ങൾ വെച്ച് ഒരാൾ നടത്തിയ ആക്രമണം. അമ്മ, ഞാൻ പുറത്തുണ്ടേ. എനി പ്രോബ്ലം? ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് വ്യക്തമായി പഠിച്ച ഒരാൾക്ക് മാത്രമേ ഈ ആക്രമണം നടത്താൻ പറ്റൂ. ഇനി ഈ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ഡോക്ടർ ദേവദാസ് കണ്ണുറക്കണം.
അവിടെ നടന്ന കാര്യങ്ങളുടെ വ്യക്തത ഇനി അദ്ദേഹത്തിൽ നിന്നേ കിട്ടൂ. സോ ഈ നിൽക്കുന്നവരെ ഇനി ബുദ്ധിമുട്ടിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. തൽക്കാലം നിങ്ങൾക്ക് പോവാം. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ആരെങ്കിലും വിളിക്കേണ്ടി വന്നാൽ ഞങ്ങൾ വിളിക്കും. എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം. എല്ലാവരും പറഞ്ഞോളൂ. എല്ലാരും പോയിക്കോ. വാ പോ. മോള് വാ. മോളെ വാ. എന്തായാലും ആ പോലീസ് അന്വേഷണം ഇപ്പോഴെങ്കിലും അവസാനിച്ച് നന്നായി. ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും അവിടെ കുടുങ്ങിപ്പോയനെ. ആ ഡോക്ടർ നല്ലൊരു മനുഷ്യനാണ്. ഏത് മഹാഭാപിയാണാവോ ഇങ്ങനൊക്കെ ചെയ്തത്? സംഭവം എന്തായാലും വാർത്തയാവും. അപ്പൊ പിന്നെ അറിയാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. സാറേ എന്നോട് അഭിപ്രായം சொல்லட்டுமா? அந்த ஆளை ஏதாவது கை கிடைச்சா போலீஸ் ஸ்டேஷன் கோர்ட் ஒண்ணுமே இல்ல. ஒரு துப்பாக்கி எடுத்து டக 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 அஞ்சு படி ஃபினிஷ் பண்ணணும். ശരവണ, അങ്ങനെയാണെങ്കിലേ ഈ നാട്ടില് നിയമത്തിന്റെയും കോടതിയുടെയും ഒന്നും ആവശ്യമില്ലല്ലോ. മനുഷ്യര് പരിഷ്കൃതമായ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതിപ്പോ കേസിന്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാ. ഏട്ടന് ഈ കാര്യത്തിൽ അഭിപ്രായമൊന്നുമില്ലേ? ഞാനിതിൽ എന്തു പറയാനാ മോളെ? ജീവന് ഇതിൽ അഭിപ്രായമൊന്നും ഉണ്ടാവില്ല. അതങ്ങനെയാ. ഒരു കാര്യം ഉറപ്പാ, ഏത് ക്രൈം നടക്കുമ്പോഴും ദൈവം ഒരു തെളിവ് ബാക്കി വെക്കുന്ന പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ ഈ കേസിൽ ഒരു തെളിവുണ്ടാവും. അന്വേഷിക്കുന്ന പോലീസുകാർക്ക് അത് കിട്ടിയില്ലെങ്കിലും ദൈവത്തിന്റെ കയ്യിൽ അത് ഭദ്രമാണ്. ദൈവം അയാളെ വെറുതെ വിടില്ല. അമ്മേ, അല്ല അമ്മേ, മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണം കേട്ടോ. നിന്റെ അഭിപ്രായം വരവ് വെച്ചു. എടോ, അവൻ പറഞ്ഞ തമാശയല്ല. ദേ ഭക്ഷണത്തിൽ ഉപ്പിന്റെ അളവ് കുറയ്ക്കണം. പിന്നെ എന്തെങ്കിലും വ്യായാമം ചെയ്യണം. നമുക്കെല്ലാവർക്കും കൊണ്ട് രാവിലെ നടക്കാനങ്ങ് പോയാലോ? ആ ബെസ്റ്റ്. ഈ മക്കളെയും വിളിച്ചോണ്ടല്ലേ? ഇവരെ ബെഡിൽ നിന്നും എഴുന്നേൽപ്പിക്കുന്ന വ്യായാമം മതി എന്റെ അസുഖം മാറാൻ. അല്ലെങ്കിലേ താനൊരു കാര്യം ചെയ്യും. ചെറുപ്പത്തിൽ കുറെ നാൾ താൻ ഡാൻസ് പഠിച്ചല്ലേ, അതങ്ങ് കണ്ടിന്യൂ ചെയ്യും. എക്സർസൈസും ആവും, നമുക്കൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം. എന്നെ കൊണ്ട് ഇതിനൊന്നും വയ്യ. ഇത് ചെറിയൊരു അസുഖമാ. എല്ലാവരും കൂടി പറഞ്ഞിതൊന്നും പെരുപ്പിക്കണ്ട. പിന്നെ മരുന്നിന്റെ കാര്യമാണെങ്കിലും മന്ത്രത്തിന്റെ കാര്യമാണെങ്കിലും അത് വേറെ ആരും എന്നോട് പറയണ്ട. നിത്യമോള് പറഞ്ഞാൽ മതി. ഇവളെന്നെ ശ്രദ്ധിക്കുന്നത് പോലെ എനിക്ക് പോലും എന്നെ ശ്രദ്ധിക്കാൻ പറ്റില്ല.
என்ன பொருத்தம்மா கொடுத்து வச்சிருக்க இல்லையா